ലക്ഷദ്വീപിലേക്ക് വന്നാൽ എപ്പോഴും ഇങ്ങനെ ഒരേ കാഴ്ചകൾ തന്നെ കണ്ടാൽ മടുക്കില്ലേ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ ദ്വീപിലേക്ക് എപ്പോൾ വന്നാലും ഒരിക്കലും ദ്വീപിലെ കാഴ്ചകൾ നമ്മെ മടുപ്പിക്കില്ല. കാരണം ഈ കാണുന്ന കടൽ തന്നെയാണ്. ആ ഒരു ഹരിത നീലിമയിലുള്ള ഈ കടൽ വെള്ളത്തിൻ്റെ ലഗൂണിൻ്റെ ഭംഗി നമുക്ക് എത്ര കണ്ടാലും മതിവരാത്ത കാഴ്ചകളാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ ലഗൂൺ ബീച്ചിലാണ്. അഗത്തി ദ്വീപിലെ പടിഞ്ഞാറേ കടപ്പുറവും കൂടി ചേർന്ന് നിൽക്കുന്ന ലഗൂൺ ബീച്ചിൻ്റെ ഒരു ഭാഗത്ത്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്ന് കാണാനാവുക. ഈ ദ്വീപിന് തന്നെ 4 ഭാഗങ്ങളുണ്ട്. ഈസ്റ്റേൺ ജെട്ടി, വെസ്റ്റേൺ ജെട്ടി, ലഗൂൺ ബീച്ച്, ഹംദാൻ ബീച്ച്, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ അഗത്തിയിലെ റൺവേ ഉള്ള എയർപോർട്ടുള്ള ആ പ്രദേശം. ഇത്രയും ഭംഗിയുള്ള ലക്ഷദ്വീപിലേക്ക് വരാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ മുന്നൊരുക്കങ്ങളാണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ദ്വീപിലേക്ക് വരണമെങ്കിൽ ഒരു പോലീസ് ക്ലിയറൻസ് വേണം, PCC. നമ്മുടെ അക്ഷയ സെൻറ്ററുകളിൽ ചെന്ന് ലക്ഷദ്വീപ് വിസിറ്റിന് വേണ്ടി ഒരു പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് ആവശ്യപ്പെട്ടാൽ ഏതാണ്ട് ഒരാഴ്ച കൊണ്ട് തന്നെ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് കിട്ടും. അതിനുശേഷം ദ്വീപിലേക്കുള്ള എൻട്രി പെർമിറ്റ് ശരിയാക്കണം. കപ്പൽ മാർഗമോ വിമാനമാർഗമോ ദ്വീപിലേക്ക് എത്താനുള്ള ഒരു ടിക്കറ്റ് കൂടി ഉണ്ടെങ്കിൽ നമുക്ക് ലക്ഷദ്വീപ് സന്ദർശിക്കാം. നിർഭയരായി ആളുകൾ രാവും പകലുമൊക്കെ കുടുംബസമേതം വന്നിരിക്കുന്ന കുറേയേറെ ബീച്ചുകളുള്ള ഒരു സ്ഥലമാണ് ലക്ഷദ്വീപ്. ലക്ഷദ്വീപിലെ ഈ ആൾതാമസമുള്ള ഏത് ദ്വീപിൽ ചെന്നാലും ഏത് പാതിരാത്രിയിലും ആളുകൾക്കിങ്ങനെ കുടുംബസമേതം വന്ന് വർത്തമാനം പറഞ്ഞിരിക്കുന്നത് കാണാൻ സാധിക്കും. തദ്ദേശീയരും ഇവിടെ എത്തുന്ന വിനോദസഞ്ചാരികളുമൊക്കെ ആ നിർഭയത്വം ഈ തുരുത്തുകളിൽ ധാരാളമായി അനുഭവിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ലഗൂൺ ബീച്ച് അഗത്തി ഐലൻഡിൻ്റെ ഒരറ്റത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ നമുക്ക് തിണ്ണകര, ബംഗാരം ഐലൻഡുകളൊക്കെ കാണാൻ സാധിക്കും. ദ്വീപിൻ്റേതായിട്ടുള്ള കുറേയേറെ വിഭവങ്ങളുണ്ട്. കുറേയേറെ എന്ന് പറഞ്ഞുകൂടാ. നമുക്ക് ഈ മാസ്മീൻ ഉണക്കി സൂക്ഷിക്കുന്ന മാസ്മീൻ നമുക്ക് അതുകൊണ്ടുള്ള പലതരത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ ലഭിക്കും. അതോടൊപ്പം ഈ തെങ്ങിൽ നിന്നെടുക്കുന്ന നീര, അതിനൊരു മീര എന്നാണ് പറയുക. അതുപോലെ മാസച്ചാറ്, സുർക്ക, ദ്വീപ് ഹൽവ, ദ്വീപ് ഉണ്ട തുടങ്ങിയിട്ടുള്ള കുറച്ച് പലഹാരങ്ങളുണ്ട്. പക്ഷേ എല്ലാം സ്പെഷ്യലാണ്. ദ്വീപിലെത്തിയാൽ ദ്വീപിൻ്റെ കാഴ്ചകൾ ആസ്വദിക്കുന്നതോടൊപ്പം ദ്വീപിൻ്റെ രുചി കൂടി നുകർന്നു വേണം ഇവിടെ നിന്ന് മടങ്ങാൻ.